ഹായ് ഹലോ വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ ബാൽക്കണി പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ആദ്യം ചെയ്തത് പ്ലാന്റ്സ് കളക്ട് ചെയ്യലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ വലിയ വലിയ ചെടികളല്ല, കുഞ്ഞു ഒരു ലീഫിന്റെ കട്ടിങ് അങ്ങനെയൊക്കെ ഇല്ലേ, ഈ 10 മണിയുടെ ഓരോ കട്ടിങ് ആയിട്ട് 10 രൂപ 20 രൂപയ്ക്കൊക്കെ തരും. അങ്ങനെ വാങ്ങിച്ചിട്ട് കുറേ ഇങ്ങനെ വലുതാക്കി എടുത്തതാട്ടോ. ഈ മണി പ്ലാന്റ്സ് ഒക്കെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ കുറേ മണി പ്ലാന്റ് ഇങ്ങനെ കാണില്ലേ, അപ്പം ഞാനിങ്ങനെ ചോദിച്ചു മേടിച്ചതാണ് ഓരോ ലീഫായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് വാങ്ങിച്ചിട്ട് ഓരോ പീസ് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ വേര് വന്ന് ഇട്ടിട്ടുള്ളതൊക്കെയാണ്. ഇത് 4 ലീഫ് വെച്ചിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ. 4 ലീഫ് കുത്തിയിട്ടിട്ട് ഇങ്ങനെ ആയിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാ പ്ലാന്റ്സും അങ്ങനെ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഈ ഒരു പ്ലാന്റ്സ്, ഈ ബാൽക്കണിയിലേക്കുള്ള പ്ലാന്റ്സ് ഒക്കെ. പിന്നെ കുറച്ച് DIYs ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ചെയ്തതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ പറയാൻ മടിക്കരുത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് വോളിൽ പെയിന്റ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. നമ്മൾ മുന്നേ വോളിൽ പെയിന്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു എളുപ്പ വഴിയിൽ പെയിന്റ് ചെയ്ത് വരയ്ക്കാൻ അറിയാത്തവർക്കും പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെയല്ല ഇത് വരച്ചത്, ഇത് വെറുതെ കൈ കൊണ്ട് വരച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പോരായ്മകളുണ്ട്. ഞാൻ ബാമ്പു ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ കളറൊക്കെ ചെയ്തു വന്നപ്പോൾ അത് ബാമ്പു ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. കൈകൊണ്ട് ഇവിടെ ഏട്ടനും അക്കുമ്പോളൊക്കെ നന്നായി വരയ്ക്കും, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക് അങ്ങോട്ട് ആവുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ പോലെയാണ് വരച്ചത്. ഡയറക്ടറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഭയങ്കര ക്രിയേറ്റീവ് ഒക്കെ ആയിട്ട് വരയ്ക്കുന്നവരാണ്. എനിക്ക് അതൊന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ള ഒരു ചെറിയ സംഭവമൊക്കെ മതി. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ വരച്ചിട്ട് അത് പെയിന്റ് ചെയ്യായിരുന്നു കേട്ടോ. അതൊരു 2 ദിവസത്തെ പണിയായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ട്. അതാണ് ബാമ്പുവിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി നമുക്ക് താഴെ ഗ്രാസ് വിരിക്കാം. ഇപ്പം നമ്മൾ ഡൽഹിയിലെ ബാൽക്കണിയിൽ ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ ഗ്രാസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതല്ല ഇത് ഇവിടെ വന്നിട്ട് വേറെ മേടിച്ചതാണ്. അപ്പോൾ ഇത് 2 സൈഡിൽ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വൈറ്റ് പെബിൾസ് ഇട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സൈഡിൽ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 5 കിലോ ആയിരുന്നു പെബിൾസ് ഉണ്ടായിരുന്നു. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ 7 അയലത്ത് പോലും അത് തികഞ്ഞില്ല. അപ്പോൾ പിന്നെ കുറച്ച് കളർ, ഈ അക്വേറിയത്തിലിടുന്ന ചെറിയ കല്ലുകളുണ്ടല്ലോ കളേർഡ് ആയിട്ടുള്ള, അപ്പം അതുണ്ടായിരുന്നു കുറച്ച്. അതും പിന്നെ ലെങ്ത് കൂടി വന്നപ്പോൾ ഞാൻ ഗ്രാസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി സൈഡിൽ വെച്ചിട്ട് പിന്നെ ചെടികളൊക്കെ വെച്ചതിന് ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പെബിൾസ് വെച്ച് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ ചെടികളൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണ് കേട്ടോ. ഏത് വെക്കുമ്പോഴാണ് ഭംഗി എന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറ്റി വെക്കുകയാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വെച്ചതെന്നുള്ളത്. മുകളിലായിട്ട് കുറച്ച് ഹാങ്ങിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ടർട്ടിൽ വൈൻസിൻ്റെ ആണ് കൂടുതലുള്ളത്. ഈ ടർട്ടിൽ വൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയില്ല, അതിങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ താഴോട്ട് മുടി പോലെ വളർന്ന് കിടക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡൽഹിയിലുള്ളപ്പോഴൊന്നും ടർട്ടിൽ വൈൻ വളർത്താൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ അത് കിട്ടിയത്. നാട്ടിൽ നിന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് കുഞ്ഞു പാത്രത്തിൽ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അത് നിറയായി. ഇനി നമുക്ക് കുറച്ച് DIYs ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഹാങ്ങിങ്സ് നമ്മുടെ വോളിൽ, ബാൽക്കണിയുടെ 2 വോളുണ്ടല്ലോ, ചെറിയ വോളാണ്. അപ്പോൾ അതിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹാങ്ങിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെയുള്ള 3 കാർഡ്ബോർഡ് പീസ് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിന് സൈഡ് ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, കുറച്ചും കൂടെ ഫിനിഷിങ്ങിന്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കളറ്, ഇഷ്ടമുള്ള കളറ് കൊടുത്തിട്ട് ഇതുപോലെ 3 കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ, ഇത് ഡെക്കോപ്പേഷൻ്റെ ടിഷ്യൂ ആണ്. ഇങ്ങനത്തെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് ഞാൻ മുൻപ് ബോട്ടിലൊക്കെ ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. മുന്നേ ഡെക്കോപ്പേഷൻ ഒക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം അതിനൊന്നും സമയമില്ല. അപ്പോൾ ഓരോ സമയത്ത് ഓരോ ഇൻട്രസ്റ്റ് ആണ് എനിക്ക്.
അപ്പൊ ഇത് ഇങ്ങനത്തെ തന്നെ ടിഷ്യൂ വേണമെന്നില്ല, പ്രിന്റഡ് ആയിട്ടുള്ള നോർമൽ ടിഷ്യൂസ് കിട്ടും. അതിനൊന്നും അധികം റേറ്റ് ഒന്നുമില്ല, 20 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് ചെയ്താലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡെക്കറേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഫെവിക്കോളിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ഒട്ടിക്കുന്നത് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അത് ഒട്ടിച്ചതിന് മുകളിൽ ഇങ്ങനെ ബബിൾസ് ഒന്നും വരാതെ അതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വാർണിഷ് അടിക്കണമെങ്കിൽ അടിക്കാം. ഇതിപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ വാർണിഷ് അടിക്കാം കേട്ടോ. വാർണിഷ് അല്ലെങ്കിൽ ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ക്യാൻവാസിലൊക്കെ അടിക്കുന്ന ഒരു ഓയിലുണ്ട്, അത് കിട്ടും, അതായാലും മതി. ഇതുപോലെ ഞാനിപ്പോൾ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളർ വെച്ച് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യണം. അതിന് മുൻപ് നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അവർ ഹാപ്പി സ്പേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റായിട്ട് അത് ഞങ്ങളുടെ ഹാപ്പി സ്പേസ് ആണിപ്പോൾ. അപ്പോൾ ഇതുപോലെ ഒരു മക്രാമി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 സൈഡിൽ നോട്ട് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. ഒന്നും കൂടെ സെക്യൂർഡ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് മാസ്കിംഗ് ടേപ്പും കൂടെ ഇങ്ങനെ പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ആദ്യത്തെ ഹാങ്ങിങ്സ് റെഡി ആയിട്ടുണ്ട്. കൊള്ളാവോ? ഇനി ഇതാണ് അടുത്തത്. ഇത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കട്ടിംഗ് ബോർഡാണ് പഴയത്. അത് വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാന്റർ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ. ഇത് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ 4 ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനായിരുന്നു ഭയങ്കര പാട് കേട്ടോ. കട്ട് ചെയ്ത് കിട്ടിയ പിന്നെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഹോളിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ത്രെഡ് ഏതാണോ, കുറച്ചും കൂടെ കട്ടി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള മക്രാമി ത്രെഡാണ് നല്ലത്, അല്ലെങ്കിൽ സാധാ കോട്ടൻ്റെ ജൂട്ട് ത്രെഡ് ആയാലും മതി. ഇതുപോലെ 2 ലെയർ കെട്ടി കൊടുക്കുക. അത്രേ ഉള്ളൂ. നല്ല അടിപൊളി പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കോക്കനട്ട് ഷെല്ലും കോക്കനട്ട് ഹസ്കും ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരു നെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതാണ് അടുത്ത DIY. ഇത് ഞാൻ വെച്ചത് കുറച്ചും കൂടെ ചെറുതാക്കി താഴേക്ക് വെക്കണമായിരുന്നു, അതാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. അടുത്തത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഒരു പഴയ കുർത്തിയാണ്, ഞാൻ ഇടാത്തൊരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ എടുത്തു വെച്ചത് കേട്ടോ. ഇതുപോലെ ബാൽക്കണിക്ക് പറ്റിയ തീമായിരുന്നു. ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ നെസ്റ്റ് തൂങ്ങി കിടക്കുന്നല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് ബാൽക്കണിക്ക് മാച്ച് ആവും. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയുള്ള എംബ്രോയിഡറി ഹുക്കിൽ വെക്കാനായിട്ട് ഒരു സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വേറെ ഒരു പണിയില്ല. ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് അങ്ങനത്തെയൊക്കെ ആവുമ്പോൾ കറക്റ്റ് ബാൽക്കണിക്ക് മാച്ച് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ എംബ്രോയിഡറി ഹുക്കിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ബാക്കിലോട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും ഡിസൈൻ ബീഡ്സോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഫ്രെയിം ചെയ്ത് വെക്കുകയാണെങ്കിലും ഭംഗിയാണ്. ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. നമ്മൾ കഴിഞ്ഞ ബാൽക്കണിയിൽ ചെയ്തതിൽ ഇതുപോലെ പ്രിന്റ് തുണി എടുത്തിട്ട് ഞാൻ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എംബ്രോയിഡറി ഫ്രെയിമാണ്, അത്രയും. ഇത് കുറച്ച് മഷ്റൂം ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് അക്കുവിൻ്റെ ക്ലേ ബാക്കി വന്നതാണ് കേട്ടോ. കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഇത് പാകം 3 എണ്ണേ ഉള്ളൂ. പിന്നെ ബാക്കി വന്ന പെബിൾസ് ഒക്കെ വെച്ചിട്ട് ചെടി ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബാൽക്കണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഈ കാക്ക സമ്മതിക്കില്ല എന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ. ഇവിടെ ഒരു കുളമുണ്ട്, അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ ബാൽക്കണിയിലാണ് ഇരിക്കുക. ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ ടൈം എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ടു ഡു ലിസ്റ്റും പ്ലാനിങ് ബുക്കായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കും. ഫുൾ ടൈം ഇവിടെയാണ്. ഞാൻ ഒരു നന്നായി വെയിലടിക്കും. അപ്പോൾ ഒരു 12 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബുക്കും എടുത്ത് ഇവിടെ വന്നിരിക്കും. വർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ. ഉണ്ടെങ്കിൽ രാവിലെ ഭയങ്കര ബിസി ആവും. വർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ബുക്ക് എടുത്തിട്ട് ഇവിടെ വന്നിരിക്കും. അല്ലെങ്കിൽ പത്രം വായിക്കുകയോ ഫോൺ കാണുന്നതും എല്ലാം ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു കുളമുണ്ട്. ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ കുളവും നോക്കിയിരിക്കാൻ നല്ല രസം.
ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് സ്പേസ്. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പേസ് ഇപ്പം ഇതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.